ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലെ പോലീസുകാരെ പാലക്കാട്ടെ പോലീസിന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. അടുത്ത കാലത്ത് പാലക്കാട്ട് ഒരു ബൈ ഇലക്ഷൻ നടന്നല്ലോ. അന്ന് ഈ കോൺഗ്രസ്സുകാരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കള്ളപ്പണം പിടിക്കാൻ അവരുടെ നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിലാണ് പോലീസ് പരിശോധന നടത്തിയത്, റെയ്ഡ് നടത്തിയത്. ഒരു നീലപ്പെട്ടി അന്വേഷിച്ചായിരുന്നു വരവ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഈ നിലമ്പൂരിൽ നിന്ന് നീലപ്പെട്ടിയോ അതുപോലെ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചെടുത്താൽ കാരണഭൂതർ ഡബിൾ പ്രൊമോഷൻ കൊടുക്കുമെന്നാണ് ഈ പാവപ്പെട്ട പോലീസുകാര് കരുതി വച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി ഷാഫി പറമ്പിൽ MP, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് PK ഫിറോസ് എന്നിവരെ അല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി മടങ്ങി വരികയായിരുന്നു. 11:30-12 ആയിട്ടുണ്ടാവും. പകല് മുഴുവൻ നീളുന്ന ഈ പ്രചാരണ പണി കഴിഞ്ഞ് ക്ഷീണിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വരിക. അപ്പോ പോലീസുകാർ അവരെ കണ്ടു. വണ്ടിയിൽ MP എന്നൊക്കെയുള്ള ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ പോലീസുകാർ അവിടെ നിർത്താൻ പറഞ്ഞു. ഈ MP എന്നുള്ള ബോർഡ് കണ്ടാലും നമ്മുടെ പോലീസുകാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. മുഖം നോക്കാതെ നീതി നടപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവരതൊന്നും ശ്രദ്ധിച്ചില്ല. MP ആണോ MLA ആണോ നമ്മളതൊക്കെ നോക്കിയിട്ടെന്താ കാര്യം. വണ്ടി നിർത്താൻ പറഞ്ഞു. ഷാഫിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. അദ്ദേഹം അവിടെ സൈഡ് ഒതുക്കി വണ്ടി നിർത്തി. അപ്പൊ ഈ വണ്ടിക്കുള്ളിൽ ആരാണെന്ന് അറിയണമല്ലോ. ആരാ വണ്ടി ഓടിക്കുന്നത്, അകത്ത് ആരൊക്കെ ഉണ്ട്. അപ്പൊ പോലീസുകാർ ടോർച്ച് അടിച്ചു നോക്കി. ചില രാത്രിയെ ടോർച്ച് അടിച്ചു നോക്കല്ലാതെ വേറെന്താ വഴി. ആരാണ് വണ്ടി ഓടിക്കണമെന്ന് അറിയണമെങ്കിൽ അത് ചെയ്യണമല്ലോ. പക്ഷെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തില് ഈ ചെറുപ്പത്തിന്റെ കുഴപ്പമാണ്, അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അദ്ദേഹം വലിയ പ്രതിഷേധ സ്വരത്തിലൊക്കെ സംസാരിക്കുന്നത് കേട്ടു. നമ്മളിപ്പം നീതി നടപ്പാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ആളിന്റെ മുഖത്ത് ടോർച്ച് അടിച്ചു നോക്കും. ചിലപ്പോൾ അതിനപ്പുറത്ത് ചെയ്തെന്ന് വരും. മനസ്സിലായില്ലേ? നമുക്ക് കാര്യങ്ങൾ വെടിപ്പായിട്ട് നടക്കണം. നീതിപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ലൈറ്റ് അടിച്ചു നോക്കിയത്. ഇനി ലൈറ്റ് അടിച്ചു നോക്കിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കും. അത്രേ ഇപ്പം അതിനെപ്പറ്റി പറയാനുള്ളൂ. എന്തായാലും വണ്ടി നിർത്തി. പോലീസുകാരൊക്കെ ഒന്ന് പരിശോധിച്ചു. നോക്കുമ്പോൾ അതിനകത്ത് പെട്ടിയൊന്നുമില്ല. നീലപ്പെട്ടിയുമില്ല, വെളുത്ത പെട്ടിയുമില്ല, ചുവന്ന പെട്ടിയുമില്ല. അപ്പൊ പോലീസ് എന്ത് പറഞ്ഞു? ഡിക്കി തുറക്ക്. അപ്പോഴത്തേക്ക് ഷാഫിയൊക്കെ പുറത്തിറങ്ങി. പോലീസുകാർക്ക് മനസ്സിലായി MP ആണെന്നുള്ളത്. MP ആണെങ്കിൽ നമുക്കെന്താ, അതും പ്രതിപക്ഷത്തെ MP, നമ്മളെന്തിനാ മൈൻഡ് ചെയ്യുന്നത്? അദ്ദേഹത്തോട് പറഞ്ഞു ഡിക്കി തുറക്ക്. അപ്പൊ ഡിക്കി തുറന്നു. ഡിക്കി തുറന്നപ്പോ അകത്തൊരു പെട്ടിയുണ്ട്. നീലപ്പെട്ടിയായിരുന്നോ വെളുത്തതാണോ ചുവന്നതാണോ എന്നൊന്നും ഈ രാത്രി വെളിച്ചത്തിൽ മനസ്സിലായില്ല. എന്തായാലും ഒരു പെട്ടിയുണ്ട്. പക്ഷെ പോലീസുകാർ എന്ത് ചെയ്തു? പോലീസുകാരത് തുറന്ന് പരിശോധിക്കാൻ കൂട്ടാക്കുന്നില്ല. വിട്ടോ നിങ്ങൾ വിട്ടോ എന്നായി പോലീസുകാർ. ഷാബിക്ക് അല്പം ബുദ്ധിയുള്ളത് കൊണ്ട് തട്ടി. ഇത് ശരിയല്ലല്ലോ. ഈ പെട്ടി പരിശോധിക്കാതെ വിടുകയാണെങ്കിൽ പിന്നെ നാളെ എന്താ പറയാ പോലീസ്? അല്ലെങ്കിൽ ഭരണപക്ഷം, എതിർ ഗ്രൂപ്പ്, LDF ഇതിന്റെ പേരിൽ എന്തൊക്കെ പുക്കാറുണ്ടാക്കും. പെട്ടി പരിശോധിക്കാൻ സമ്മതിച്ചില്ല. അത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു പരിശോധിച്ചിട്ട് പോയാൽ മതി. തുറന്നു നോക്കിക്കോ, തുറന്നു നോക്ക്. പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ള അറിയണമല്ലോ. അറിഞ്ഞിട്ട് മതി, നോക്ക് എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞാൽ സാറതിനെ അങ്ങ് തുറക്ക്. MP തുറന്നു നോക്കിയപ്പോ എന്തുവാ? കുറച്ച് വസ്ത്രങ്ങള്, പിന്നെ കുറച്ച് പുസ്തകങ്ങള്. അത് മാത്രമേ പെട്ടിക്കുള്ളിലുള്ളൂ. ഒടുവിലെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയപ്പോഴേ ഷാബി പോലീസുകാരോട് പറഞ്ഞു, അതേ ഇത് വെറുതെ അങ്ങനെ പൊട്ടിമുളച്ചു വന്നതൊന്നും അല്ല. അങ്ങനൊന്നും MLA-യും MP ആയതൊന്നും അല്ല. ഇതൊക്കെ കുറെ കണ്ടതാണ്, അത് മനസ്സിലാക്കിക്കോണം എന്ന് ഷാബി പോലീസുകാരോട് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞിട്ടും ഷാബിക്കും കൂട്ടർക്കും അത്ര തൃപ്തരായില്ല. അവർ ചോദിച്ചു, ഒന്നും കിട്ടിയില്ലല്ലോ, നീലപ്പെട്ടിയും മഞ്ഞപ്പെട്ടിയൊന്നും കിട്ടിയില്ലല്ലോ, കാശും കള്ളപ്പണമൊന്നും ലഭിച്ചിട്ടില്ലല്ലോ, ഉറപ്പാക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഈ കാറിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പോലീസുകാരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ അവർ പോയുള്ളൂ. ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിള്ളേരടുത്ത് നിന്നവരെല്ലാം ഇത് ഭംഗിയായിട്ട് മൊബൈൽ ക്യാമറയിലും മറ്റും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് LDF-ന്റെ സ്ഥാനാർത്ഥി സ്വരാജിനോട് പത്രക്കാർ ചോദിച്ചു, ഈ സംഭവങ്ങളൊക്കെ ചോദിക്കുമല്ലോ, അത് അവരുടെ ജോലിയാണല്ലോ. അവരതിനെപ്പറ്റി ചോദിച്ചപ്പോ നമ്മുടെ സ്വരാജ് പറഞ്ഞത്, ചേട്ടാ ഈ UDF നേതാക്കളുടെ വാഹനം പരിശോധിക്കരുതെന്ന് പോലും പറയാൻ പറ്റുമോ? അങ്ങനെ വല്ല നിയമമുണ്ടോ? ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവെ ഇത്തരത്തിലുള്ള ഒരു നാടകങ്ങൾ നടത്തുക എന്നുള്ളത് ചിലരുടെ ഒരു വിനോദമാണെന്നും കൂടെ നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് സ്വരാജ് പറഞ്ഞു. അദ്ദേഹം ഈ നാടകം എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ വ്യക്തമായില്ല. കാരണം ഇത് ഷാഫിയോ രാഹുൽ മാങ്കൂട്ടത്തിലോ നടത്തിയ നാടകമല്ലല്ലോ. അവര് ഭക്ഷണവും കഴിച്ചിട്ട് വരുമ്പോ അവരുടെ വണ്ടി തടഞ്ഞു നിർത്തിയതാ. ഇനി പോലീസുകാരുടെ ഈ പരിശോധന, തടഞ്ഞു നിർത്തിയ പരിശോധന ഒരു നാടകമാണെന്നാണോ നമ്മുടെ LDF-ന്റെ സ്ഥാനാർത്ഥി ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് അറിയില്ല. കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് കൃത്യമായിട്ടും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ചിന്തകനും എഴുത്തുകാരനും പ്രാസംഗികനും ഒക്കെ ആയതുകൊണ്ട് നമ്മളെക്കാളൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും സ്വരാജിനെ പോലുള്ളവർ ചിന്തിക്കുക. ഒരു സാധാരണ നിലയിൽ കാണുന്നതിനപ്പുറത്ത്
അതിനതീതമായ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ കണ്ണിൽ പെട്ടു എന്ന് വരും, അവരുടെ ബുദ്ധിയിൽ തെളിഞ്ഞു എന്നും വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ഇതൊരു നാടകം, തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ഒരു നാടകം എന്നൊരു പ്രയോഗം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ UDF-കാരുടെ വാഹനങ്ങൾ പരിശോധിക്കരുത് എന്നൊരു നിയമം ഉണ്ടാക്കുകയല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേറെ വഴിയില്ലെന്നും നമ്മുടെ സ്വരാജ് സഖാവ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ബൈറ്റ് ചെറിയൊരു ബൈറ്റാ, അതുകൊണ്ടല്ലോ കവിത പോലെ മനോഹരമായിരുന്നു. അത് കേട്ട് സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കാൻ വന്നിട്ടുള്ള ചില മഹാസാഹിത്യകാരന്മാരും കാര്യങ്ങളും രോമാഞ്ചം കൊണ്ടു എന്നാണ് അറിയുന്നത്. പക്ഷേ സംഭവവാസങ്ങൾ മൊത്തത്തിൽ കണ്ടപ്പോഴേ പാലക്കാടെ പോലീസിനോളം വരത്തില്ല നിലമ്പൂരിലെ പോലീസ് എന്ന് വളരെ വ്യക്തമായി. പാലക്കാട്ടെ പോലീസ് ഇതിനേക്കാൾ ഗടാഗടിയൻ പരിപാടികളാണ് അവിടെ നടത്തിയത്. ഒരു ഹോട്ടൽ മുഴുവൻ അവരെ റെയ്ഡ് ചെയ്ത് കളഞ്ഞു. എന്തിന്? ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാക്കളുടെ മുറി വരെ അനുവാദം കൂടാതെ പരിശോധിച്ചു. അലമാരിയിൽ അവർ അടുക്കി വെച്ചിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ വലിച്ചു വാരിയിട്ടു. കാരണം ഇനി അതിന്റെ അടിയിലെങ്ങാനുമായിരിക്കുമോ കോൺഗ്രസ്സുകാര് ഈ പണം, കള്ളപ്പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിയണമല്ലോ. അതുകൊണ്ട് വസ്ത്രങ്ങൾ വരെ വലിച്ചു വാരിയിട്ട് പരിശോധിച്ചു. പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അത് കേരള പോലീസിന് ലേശം നാണക്കേടുണ്ടായി എന്നതും ഒരു സത്യം. ഷാഫിയുടെ കാറിൽ നിന്നും പെട്ടിയിൽ നിന്നും ഒന്നും കിട്ടിയില്ല എന്നുള്ളത് അറിഞ്ഞ് LDF നേതാക്കളൊന്നും അല്ല അത്ഭുതപ്പെട്ടത്. സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തമ്പടിച്ചു കിടക്കുന്ന ഒരു സംഘം മഹാസാഹിത്യകാരന്മാര്, മുൻ അക്കാദമി പ്രസിഡന്റ് വൈശാഖിന്റെ നേതൃത്വത്തില് പ്രചാരണത്തിന് വന്ന ഇടതുപക്ഷ സാഹിത്യകാരന്മാര്, അവരിത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഷാബിയുടെ പെട്ടിയിൽ നിന്ന് കുറെ വസ്ത്രങ്ങൾ, അത് ഓക്കെ, സ്വാഭാവികമാണ്. പക്ഷെ കുറെ പുസ്തകങ്ങൾ കിട്ടിയിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? ഷാബിയുടെ പെട്ടിയിൽ പുസ്തകങ്ങളോ? ഇത് സ്വരാജിന്റെ പെട്ടിയിൽ നിന്നാണ് ഈ പുസ്തകങ്ങൾ ലഭിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ ഷാബിയുടെ പെട്ടിയിൽ പുസ്തകങ്ങളായിരുന്നുവെന്നോ? എങ്ങനെ വിശ്വസിക്കും അത്? സ്വരാജിന്റെ പെട്ടിയാണെങ്കിൽ അത് നിറയെ പുസ്തകങ്ങളായിരിക്കും. ഒരു വശത്ത് പരന്ന വായനയ്ക്കുള്ള പുസ്തകങ്ങൾ, മറുഭാഗത്ത് ആഴത്തിനുള്ള വായനയ്ക്ക് പറ്റിയ ഗ്രന്ഥങ്ങൾ. ഇതെല്ലാം ഗഹനമായ അറിവുകൾ നേടിയെടുക്കാൻ പാകത്തിലുള്ളതാണ്. ഇത് അങ്ങനെയാണെന്ന് ഏറ്റവും നന്നായിട്ട് നേരിട്ടറിയാവുന്ന ഒരാളാണ് നമ്മുടെ വൈശാഖൻ മാസ്റ്റർ. അത് അദ്ദേഹം നാട്ടുകാരോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുവാ. പക്ഷേ ഷാബിയുടെ പെട്ടിയിൽ നിന്ന് പുസ്തകം കണ്ടു, കിട്ടി എന്നറിഞ്ഞതോടെ ഈ സാഹിത്യകാരന്മാര് വല്ലാത്തൊരു പ്രശ്നത്തിലായിപ്പോയി. നമ്മുടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയുടെ ഈ മികവ് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണല്ലോ കേരളത്തിലെ ഒരു സംഘം എഴുത്തുകാരന്മാര് അവിടെ വന്ന് വലിയ സാഹിത്യ സംഗമം സംഘടിപ്പിക്കുകയും സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുകയൊക്കെ ചെയ്തത്. അത് മാത്രമല്ല, നമ്മുടെ വൈശാഖൻ സഖാവ് അദ്ദേഹം ഒരു ഇടിപെട്ട് പ്രസ്താവന നടത്തുകയും ചെയ്തു. അതായത് കേരളത്തിലെ എഴുത്തുകാർ മുഴുവൻ സ്വരാജിനെ പിന്തുണയ്ക്കുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ കൽപ്പറ്റ നാരായണ മാഷ്ക്ക് അത് അത്ര പിടിച്ചില്ല. ചേട്ടാ, കേരളത്തിലെ മുഴുവൻ സാഹിത്യകാരന്മാർക്കും വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വൈശാഖനെ ചുമതലപ്പെടുത്തിയോ? ആ ചോദ്യം അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തു. കേരളത്തിലെ മുഴുവൻ സാഹിത്യകാരന്മാരുടെയും ചുമതല ആരാണ് വൈശാഖൻ മാഷെ ഏൽപ്പിച്ചത്? കൽപ്പറ്റ മാഷെ, ഒരു കൊച്ചു തെറ്റു പറ്റിപ്പോയതാ, ഇതൊക്കെ അങ്ങ് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. വൈശാഖൻ സഖാവ് ഒരു നിമിഷം ചിന്തിച്ചു പോയി താൻ ഇപ്പോഴും കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാണെന്ന്. അത് മാത്രമല്ല, സാഹിത്യ അക്കാദമി ചെയർമാന് കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരുടെയും പേരിൽ സംസാരിക്കാനും അവരുടെ നിലപാട് പറയാനും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നും ചിന്തിച്ചുപോയി. അങ്ങനെ പറ്റിപ്പോയതാ, അങ്ങ് ക്ഷമി, ഇത് വലിയ ഇഷ്യൂ ഒന്നും ആക്കണ്ടെന്നേ. പക്ഷേ മാഷ് പറഞ്ഞ ഒരു വാചകം, കൽപ്പറ്റ മാഷേ, ചില കൂടിപ്പോയി. അതായത് വൈശാഖൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാദ്യം പറഞ്ഞു. ശരിയാ, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇടതുപക്ഷ ചിന്തയുള്ള ആളാണ്, അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അടുത്തൊരു വാചകം അത് കടന്നുപോയി. അതായത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രം സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായ ആൾ എന്ന് പറഞ്ഞത് അത് വേണ്ടായിരുന്നു. സംഗതി സത്യമാ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ തുറന്നു പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ പലപ്പോഴും പരസ്പരം കാണുന്നവരല്ലേ. അപ്പൊ ചില കാര്യങ്ങള്, ചില സത്യങ്ങള് ഇങ്ങനെ വെട്ടി തുറന്ന് പറയരുത്. കൽപ്പറ്റ നാരായണ മാഷയും ഇക്കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മുടെ വൈശാഖൻ സഖാവിന്റെ ഈ അതിരറ്റ അത്യഗാധമായ പാർട്ടിക്കൂറ് കണ്ട് അല്പമൊന്ന് ഞെട്ടിപ്പോയതാ, അത്രയേ ഉള്ളൂ. സ്വരാജിന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കണം എന്നാണ് വൈശാഖൻ സഖാവ് പറയുന്നത്. ശരിയാ, അങ്ങനെ പറയുന്നതിന് സഖാവിന് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട് താനും. ഒരു മികച്ച വ്യക്തിയാണ് സ്വരാജ് എന്ന് സമ്മതിക്കുന്ന ആളാണ് ഞാനും, അങ്ങനെ കരുതുന്ന ഒരാളാണ്. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി UDF-ന്റെ ആളുണ്ടല്ലോ, ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം എന്താ അത്ര വ്യക്തിത്വം കുറഞ്ഞ ആളുമല്ലോ ആണ് അംഗീകരിക്കാതിരിക്കാൻ?
ഒരാളെ വ്യക്തിത്വത്തിന്റെ പേരിൽ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്ന ആളിന് തീരെ വ്യക്തിത്വം ഇല്ല എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? കുറെ സിനിമകളൊക്കെ എടുത്ത ഒരാളാണ്. അതിൽ 2 സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളതാ. മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുള്ള ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി പോയെന്നേ ഉള്ളൂ. ആ ഒരു കുറ്റം വേണമെങ്കിൽ സഖാവ് വൈശാഖന് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അദ്ദേഹം കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ നേതാവായിരുന്നു. നല്ല ഒന്നാന്തരം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പരിപാടിയിൽ നമ്മുടെ KN കുഞ്ഞഹമ്മദ് വന്ന് പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ ഈ വ്യക്തിത്വത്തിന്റെ പേരിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതാക്കി കാണിക്കണമായിരുന്നോ എന്നുള്ളതും നിലമ്പൂരിലെ ജനങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. സ്വരാജിന് വേണ്ടി പ്രചാരണത്തിന് നിലമ്പൂരിൽ വന്ന എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും അദ്ദേഹത്തെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? അങ്ങ് പൊക്കിയടിക്കുമല്ലായിരുന്നു. ആകാശത്തോളം കവിതകളൊമ്പുന്ന പ്രഭാഷണ ചാതുര്യമുള്ള വ്യക്തി, ഗഹനമായ അറിവുള്ള ആള്, അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി, പിന്നെ പൂക്കളെ കുറിച്ച് വരെ വളരെ ഗൗരവതരമായ പുസ്തകങ്ങൾ രചിക്കുന്ന ആള് എന്നിങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ, വിശേഷണ പദങ്ങൾ ഉപയോഗിക്കാൻ ഇവർ തമ്മിലൊക്കെ വലിയ മത്സരമായിരുന്നു. അപ്പോൾ ഓർത്തുപോയത് കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കും അതുപോലെ സംഗീത നാടക അക്കാദമിയുടെ തലപ്പത്തേക്കും ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് ഒരു നിയമനം നടന്നാൽ ഇപ്പോഴത്തെ ചെയർമാൻമാരുടെ കാലാവധി കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാലാവധി കഴിഞ്ഞാൽ ആ പദവിക്ക് വേണ്ടി എന്തൊരു പൊരിഞ്ഞ പോരാട്ടമായിരിക്കും നടക്കാൻ പോവുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ നിലമ്പൂരിലെ ഈ മത്സരത്തെക്കാൾ വീറുറ്റതായിരിക്കും.